ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ? ഇന്ന് ഒരു ക്ലീനിങ്ങിന്റെ വീഡിയോ ആണ് കേട്ടോ. ഡീപ്പ് ക്ലീനിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം ഇന്ന് സൺഡേ ആണ്, ഹോളിഡേ ആണ്. അപ്പൊ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നൊരു നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ റൂമാണ് ക്ലീനിങ്ങിനായിട്ട് ആദ്യം എടുക്കുന്നത്. അവിടെ ജനലുകളൊക്കെ ഒന്ന് പൊടി തട്ടി മാറാലൊക്കെ തട്ടി റെഡിയാക്കട്ടെ. അവൻ പിന്നെ ചുമരിൽ ടൈം ടേബിളൊക്കെ എഴുതി വെച്ചിരുന്നു, 10ാം ക്ലാസ്സിലെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒട്ടിച്ച് വെച്ചൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് ജനലൊക്കെ ഒന്ന് തുടയ്ക്കാം. കുറച്ച് വെള്ളം എടുത്ത് അതിൽ ലിക്വിഡൊക്കെ വെച്ചിട്ട് തുടക്കുകയാണ്. എനിക്ക് പൊടിയുടെ അലർജിയും കാര്യങ്ങളൊന്നും ഇല്ല, എന്നിരുന്നാലും ഞാൻ എന്ത് ചെയ്തു, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ലത് കേട്ടോ. ഗ്ലൗസ് ഇട്ടാലും നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ വീടല്ലേ, വല്ലാതുള്ള പൊടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പൊടിയുടെ അലർജി ഉള്ളവർക്ക് മാസ്കും ഒക്കെ ധരിക്കാം, എന്നിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എനിക്ക് ശനി ഞായറൊക്കെ ലീവ് കിട്ടുള്ളൂ. അതില് ശനിയാഴ്ച മിക്കവാറും വർക്ക് ഉണ്ടായിരിക്കും. ഞായർ നമുക്ക് എന്തായാലും ഹോളിഡേ ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പൊ അന്ന് ഒരുപാട് വർക്കുകൾ, പുറത്തെ ജോലികളും പറമ്പിലെ ജോലികളും അതുപോലെ അടുക്കളയില് നമ്മൾ ഇതുപോലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു വെക്കും. പിന്നെ നമുക്ക് സ്കൂൾ തുറന്നാ പിന്നെ സമയം കിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ ജനലുകളൊക്കെ തുടച്ചു. അപ്പൊ നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ വീടൊക്കെ ഒന്ന് പ്രത്യേകമായിട്ട് ക്ലീനിങ്ങിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക അല്ലെ. അങ്ങനെ പണ്ടുള്ളവരൊക്കെ പറയുന്നത് പോലെ കർക്കിടക മാസത്തിൽ സംക്രാന്തിക്ക് മുന്നേ ആയിട്ട് നമ്മൾ വീടും പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. അതുപോലെ തെങ്ങ് കവുങ്ങ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറമ്പ് കിളച്ചിടുക, തെങ്ങിന്റെ കട തുറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മാസമാണല്ലോ ഇത്. അപ്പോ പറമ്പൊന്നും കിളപ്പിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ കുറച്ചായിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി ആ ക്ലീനിങ്ങിന്റെ വീഡിയോ ഇത്രയും ലെങ്തി വീഡിയോ വരും. അതുകൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത്, ഓരോ പാർട്ടായിട്ടൊക്കെ ഇട്ടിരുന്നത്. അപ്പൊ എന്തായാലും നിരന്തരമായിട്ടുള്ള ചോദ്യം കാരണം ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കണ്ടങ്ങ് പോവാതെ, വീഡിയോ കാണുമ്പോൾ അതിൻ്റെതായ റിസ്ക് ഉണ്ടല്ലോ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ. അപ്പൊ കുറച്ച് കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുള്ളൂ. അതിന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യും. എന്നാലും ഉണ്ടായിരിക്കും ഒരു അത്യാവശ്യം കാണാനുള്ള വീഡിയോ ഉണ്ടായിരിക്കും. അപ്പൊ അത് കാണുമ്പോൾ കണ്ടു പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, എന്നിരുന്നാലും ഒന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടുപോകുന്നതിനിടയ്ക്ക് ഇനി അത് മറന്നു പോകണ്ട. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ എന്നും രാവിലെയും വൈകിട്ടൊക്കെ ആയിട്ട് ലൈവ് വരാറുണ്ട്. അപ്പോഴും നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. അങ്ങനെ ലൈവ് ആക്റ്റീവ് ആക്കി തരിക കേട്ടോ. പിന്നെ എന്തൊക്കെയാ പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ്. നമ്മൾ കുറച്ച് സമയം എപ്പോഴും കിച്ചണിലാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല. ഉള്ള സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ ഓരോ പാർട്ടായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ബേർഡൻ ആയിട്ട് തോന്നില്ല. ഓരോ ദിവസം ഓരോ ജനലിന്റെ ഭാഗം, ഓരോ ഡോറിന്റെ ഭാഗം അങ്ങനെയൊക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സുഖമാണ്. മറ്റേ ഞാനൊരു ക്ലീനിങ്ങിനായിട്ട് ഒരു ദിവസം തന്നെയാണ് നിന്നിട്ടാണ് ചെയ്താല് ഒരു സമാധാനമാണ്. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ നമുക്ക് കുറച്ചൊക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഭാഗങ്ങളായിട്ട് കുറച്ചായിട്ട് ചെയ്താല് അത്രയും നല്ലത്. പയ്യെ തിന്നാൽ പനയും തിന്നാന്നല്ലേ പറയാ, അതുപോലെ. അപ്പൊ ഞാൻ ഇവിടേക്ക് ഒന്ന് ഹാളും അതുപോലെ ഈ റൂമില് പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് മാറാതെ തട്ടിയെടുത്തു. എന്നിട്ട് പൊടിയൊക്കെ ഉണ്ടായിരുന്നു ജനലിന്റെ, അതൊക്കെ ഒന്ന് ചൂല് കൊണ്ട് തന്നെ അടിച്ചു വാരിയെടുത്ത് എന്നിട്ട് ഈ ജനലിന്റെ ഭാഗങ്ങളൊക്കെ തുണി വെച്ച് തുടയ്ക്കുകയാണ് കേട്ടോ. തുണി നനച്ചിട്ട് എന്തെങ്കിലും നമ്മൾ ഫ്ലോറിൽ തുടയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്തെങ്കിലും ഒഴിച്ചാൽ മതി. എന്നിട്ട് അത് ഒഴിച്ചിട്ട് തുടയ്ക്കാം. പിന്നെ പാറകത്തിന്റെ ഇലയ്ക്ക് ഇന്ന് പണ്ടൊക്കെ ഞങ്ങളെ തറവാട്ടിലൊക്കെ അവർ കുട്ടിക്കാലത്ത് കേട്ടാ പാറകത്തിന്റെ ഇലയൊക്കെ ഉപയോഗിച്ച് സോപ്പും വെള്ളം പൊടിയൊക്കെ ഉപയോഗിച്ചാണ് കഴുകിയിരുന്നത്. അപ്പൊ നമ്മൾ ചകിരിയൊക്കെ ഉപയോഗിച്ചിട്ടും കഴുകാറുണ്ട്. പണ്ട് അത്രയും ചളികളും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. പുതിയ വീടുകൾ, ഇത് പുതിയ വീടൊന്നും അല്ല, എന്നാലും അത്രയും ചളികളും കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് നമുക്കിങ്ങനെ തുണി കൊണ്ട് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്നോടൊന്ന് തുടച്ചെടുക്കട്ടെ. ഈ ഇവിടെ ജനൽമലൊക്കെ വൈറ്റ് പെയിന്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചളി ഇങ്ങനെ വന്നിരുന്നിട്ടുള്ള പ്രത്യേകിച്ച് കാണാൻ കഴിയും. അപ്പൊ അതൊക്കെ ഒന്ന് തുടയ്ക്കുമ്പോ തന്നെ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള പോലുള്ള ഫീല് കിട്ടും. ഇതാ ഇനി റൂമിന്റെ റൂഫൊക്കെ ഒന്ന് മാറാതെ തട്ടട്ടെ. അവിടേക്ക് ഒന്ന് മാറാതെ തട്ടി ക്ലീൻ ആക്കിയിട്ട് ഇനി തറ തുടയ്ക്കണം. വാതിലുകൾ തുടയ്ക്കാണ്ട്. ആ റൂമിൽ തന്നെ വാതിൽ തുടയ്ക്കുകയാണ്.
ഈ സൈഡ് റൂമാണത്, അത് പുറത്തുനിന്നുള്ള എൻട്രൻസ് ഉള്ള റൂം. അപ്പൊ അതിന്റെ അകത്തുനിന്നുള്ള ഭാഗമാണ് ഈ ഡോറ്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കട്ടെ. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? ഇന്നിപ്പോ ഇവിടെ വെയിലുണ്ട് കേട്ടോ. എന്തായാലും നന്നായി, അത് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ മഴ ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് ബാത്റൂമിന്റെ ഡോറും അതുപോലെ വാഷ് ബേസ്, അതുപോലെ വാഷ് ബേസിനോട് ചേർന്നുള്ള വാള്, അവിടെയൊക്കെ ആ ടൈലിട്ട ഭാഗമൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ ഈ സ്റ്റെമ്പ് പോലെ വാഷ് ബേസിന്റെ ഉള്ളിൽ മാത്രമല്ല, ആ സ്റ്റെമ്പ് പോലെയുള്ള ഭാഗത്തും ചളി പോലെ ഉണ്ടായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും അവിടെ നിന്ന് തുടച്ചെന്ന് വരിക. അപ്പൊ ആ സ്റ്റെമ്പ് ഭാഗങ്ങളൊക്കെ തുടയ്ക്കുക. അതൊക്കെയാണ് ഇന്നത്തെ എയിം ട്ടോ. അപ്പൊ അവിടെ തന്നെ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്, വാഷ് ബേസ് കഴുകാനായിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. കുറച്ച് ലിക്വിഡ് ഞാൻ ബാത്റൂമിൽ നിന്ന് എടുത്തു, ഹാർപ്പിക്ക് എടുത്തിട്ട് അവിടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ബ്രഷ് കൊണ്ട് ഉരയ്ക്കുകയാണ്. അവിടെയൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കട്ടെ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. ലോങ് വീഡിയോ ചെയ്യാനൊക്കെ ധൈര്യപ്പെടാത്തത് ഇതുകൊണ്ടാണ്. കാരണം 3 മിനിറ്റുള്ള വീഡിയോ തന്നെ നമുക്ക് വ്യൂ ഡ്യൂറേഷൻ ഒക്കെ കുറവാണ്. ആ സമയത്ത് നമ്മളെ പോലുള്ളവര് റീച്ച് ആയി വരുന്നേ ഉള്ളൂ. തുടക്കക്കാരൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ ഇട്ടാൽ ആര് കാണാൻ അത്രയും സമയം? 10 മിനിറ്റ് വീഡിയോ ഒക്കെ. എന്തായാലും നിങ്ങൾ പറഞ്ഞതല്ലേ, അപ്പൊ അത് പ്രകാരം കാര്യങ്ങൾ ഒരു വീഡിയോയിൽ ഒതുക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വാഷ് ബേസിന്റെ താഴ്ഭാഗത്തും എല്ലാ ഇടത്തും ഒന്ന് കഴുകി ക്ലീൻ ചെയ്തു കിട്ടാ. അതൊക്കെ ഒന്ന് കഴുകി, അവിടെയൊക്കെ ചളിയുണ്ട്. ഇതൊക്കെ ഫിറ്റ് ചെയ്ത സമയത്ത് വെച്ചിട്ടുള്ള തുടച്ചിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ എന്നാലും ഉള്ളിലൊക്കെ കഴുകുന്ന സമയത്ത് ചുറ്റുഭാഗം ഉണ്ടാക്കും, ആ സ്റ്റെമ്പൊന്നും തുടയ്ക്കാറില്ല. അപ്പൊ അവിടെയൊക്കെ ഒന്ന് തുടക്കുകയാണ്. ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്കത് അതിന്റെ ഓരോ മൈന്യൂട്ട് ഏരിയ നമുക്ക് ക്ലീൻ അല്ലല്ലോ എന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ. ഇല്ലെങ്കിൽ ലോഡും നമ്മൾ അങ്ങനെ എന്താ പറയാ, കാണാത്ത പോലെ ഇട്ട് അങ്ങനെ കിടക്കും ക്ലീൻ ആവാതെ. ഇനി ആ വാളും കാര്യങ്ങളൊക്കെ ടൈലാണ് കേട്ടോ, അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കണം. ഇതൊക്കെ ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പൊ രാവിലെ തന്നെ നമുക്ക് കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം കണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. ചോറും സാമ്പാറും അതുപോലെ ചെമ്മീൻ ഫ്രൈയും ഒക്കെ ആയിട്ട്, ഉപ്പേരി ഉണ്ട്, കയ്പയ്ക്ക് ഉപ്പേരി ഉണ്ട്. കയ്പയ്ക്ക് മെഴുക്ക് വരട്ടിയിട്ട്, ഉപ്പേരി അല്ല മെഴുക്ക് വരട്ടി ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ക്ലീനിങ്ങിനായിട്ട് നിന്നതാണ്. എന്തായാലും വെറുതെ ഇരിക്കല്ലേ, ഇന്നിപ്പോ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, ഞായറാഴ്ചയല്ലേ. ഇന്ന് ചെയ്താലേ എന്തെങ്കിലും ഒരു വീഡിയോ ആവുള്ളൂ. അപ്പോ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇത് ബാത്റൂമിന്റെ ഡോറാണ് കേട്ടാ. ബാത്റൂമിന്റെ ഡോറ് ഒക്കെ ഒന്ന് തുടക്കുകയാണ്, അതിന്റെ ബാക്ക് ഭാഗമൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തറ തുടയ്ക്കണം. അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൊടന്ന് അതിൽ ലിക്വിഡൊക്കെ ഒഴിച്ച് ഇനി മോപ്പ് കൊടന്ന് ഇവിടെ തറയൊക്കെ തുടച്ച് ക്ലീൻ ആക്കട്ടെ. ലിക്വിഡൊക്കെ ഒഴിച്ചു വിട്ടാ. ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കട്ടെ. ഇവിടെയൊക്കെ വൈറ്റ് ടൈലാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം മൊസൈക്ക് ആയിരുന്നു കേട്ടാ. അതൊക്കെ അതിന്റെ മേലെ തന്നെ ഇത് ഒട്ടിക്കുക ചെയ്തത്. അങ്ങനെ ഇവിടേക്ക് ഒന്ന് തുടച്ചെടുക്കട്ടെ. വൈറ്റ് ടൈലായതുകൊണ്ട് നമ്മൾ അടിക്കുകയും തുടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ട് കിടക്കുന്ന പോലുള്ള ഒരു ഫീൽ കിട്ടും. വൈറ്റ് ആയതുകൊണ്ട് ഒന്ന് അടിച്ചു നല്ല നീറ്റായിട്ട് തന്നെ അടിച്ചു വരും തുടക്കുകയൊക്കെ ചെയ്താൽ വളരെ വൃത്തിയായിട്ട് കിടക്കും. ഇത് ആ സീറ്റാണ് കേട്ടോ, ബീം സീറ്റോ, ആ സീറ്റാണ്. അത് എല്ലായിടത്തും ഇപ്പൊ വെക്കാൻ സ്ഥലമില്ലാത്ത പോലെയാണ്. അങ്ങോട്ടും കൊണ്ടും തട്ടി കളിക്കുക എന്നുള്ള അവസ്ഥയാണ്. ഇനി ഉമ്മാറം തുടക്കട്ടെ. ഉമ്മാറത്തൊക്കെ മുറ്റത്ത് നല്ല വെയിൽ ഉദിച്ചിട്ടുണ്ടേ. അത് കാണുമ്പോ തന്നെ ഒരു ഓണവെയിൽ പോലെ ഉണ്ട്. സന്തോഷാണ് അല്ലെ. ഇത്രയും ദിവസം മഴ തന്നെയായിരുന്നു, അടഞ്ഞു പിടിച്ച മഴയായിരുന്നു. ഇനി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് ഉമ്മാറൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയും ഉണ്ട് കേട്ടാ. ഇനി വടക്കേപ്പുറത്തെ ഡോറ് അവിടെയൊക്കെ അടിച്ചു വാരി ഒരിക്കൽ നമ്മൾ ക്ലീൻ ചെയ്താലും ഒന്ന് തുടയ്ക്കാനും ഇതൊക്കെ ഉണ്ട്. അത് വേറൊരു ദിവസം നമുക്ക് ചെയ്യണം, കുറച്ച് കുറച്ചായിട്ട് ചെയ്യാം. അപ്പൊ ഇനി അവിടെ കുറച്ചും കൂടെ അടിച്ചു വാരാനുണ്ട്. അവിടെ കുറച്ച് കരട് കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത്, അടിച്ചു വാരി എവിടെയെന്നുള്ളത് കാണുന്നില്ല. ഇനി എന്തായാലും ഞാൻ അതാണ്ട് മുറ്റത്തേക്ക് ഉമ്മാർത്ത് കൂടെ അങ്ങോട്ട് അടിച്ചു വാരി പുറത്തേക്ക് കളയട്ടെ. ആ റൂമിൽ ഞാൻ നേരത്തെ കുറച്ച് കൂട്ടി വെച്ചിരുന്നു. അതായത് മാറാല തട്ടിയതും ജനൽ ക്ലീൻ ചെയ്യുമ്പോഴുള്ള കച്ചറയൊക്കെ വേസ്റ്റൊക്കെ ഞാൻ അവിടെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാനത് പുറത്തേക്ക് തട്ടി കളഞ്ഞിട്ടേ ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ഇത്രയൊക്കെയാണ് ചെയ്യാനുള്ളത്.
അവിടെ ഉമ്മറത്തെ ചവിട്ടി കണ്ട് പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ കണ്ട് അടിച്ചു വാരി ഇതുവരെ തുടച്ചു കഴിഞ്ഞു. ഇനി ഫാൻ അത് ഫുൾ സ്പീഡിൽ ഇട്ടുണ്ട് കേട്ടോ. ഫാൻ ഫുൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ തുടച്ച ഭാഗം ഉണങ്ങും. ഇല്ലെങ്കിൽ തുടച്ചോർത്ത് നടക്കുന്നത് അവിടെ ചളിയായിട്ട് പാട് വീണ് കിടക്കും. അത് ആർക്കും ഇഷ്ടമല്ലല്ലോ അല്ലെ. നമ്മളിങ്ങനെ തുടച്ച് വൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ ആരെങ്കിലും ഒന്നാണ് നടക്കുന്നത് വല്ലാത്ത ദേഷ്യം ഇറിറ്റേഷൻ ഉണ്ടാക്കും. അപ്പൊ അതിന് പകരം വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഫുൾ സ്പീഡിലാണ്ട് ഫാൻ ഇട്ടാൽ മതി. അപ്പൊ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. ഇനി ഉമ്മാറും ഒന്നാട് തുടച്ച് പോട്ടെ. ഉമ്മാറും തുടയ്ക്കാൻ പോവാണ് കേട്ടാ. അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ ധൂപ് കത്തിച്ചേക്കാം. ധൂപ് എന്ന് വെച്ചാൽ ചന്ദനത്തിരി കത്തിക്കാറുണ്ട്. ചന്ദനത്തിരി കത്തിക്കുന്നേക്കാൾ ഇഷ്ടമാണ് സുഗം എന്ന് പറഞ്ഞൊരു സ്റ്റിക്ക് കിട്ടും. നമുക്ക് ഈ സാമ്പ്രാണിയൊക്കെ വെച്ചിട്ടുള്ള സ്റ്റിക്കാണ്. ഒരു 15 രൂപ അങ്ങനെ എന്തോ ആണ്. ഒരു പാക്കറ്റിൽ ഒരു കുറച്ചെണ്ണം ഉണ്ടാവും. അപ്പൊ ആ സ്റ്റിക്ക് നമ്മൾ കത്തിച്ച് വെച്ചാൽ നല്ല മണാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തുടക്കൽ കഴിഞ്ഞു. ഇന്നത്തെ അത്യാവശ്യം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടാ. എല്ലാവരും വീഡിയോ കാണണം. ഇത്രയും റിസ്ക് എടുത്ത് ചെയ്തതാണ്. എല്ലാവരും കാണുന്ന വിശ്വാസത്തോടെ ഞാൻ ധൂപമൊക്കെ കത്തിച്ച് എല്ലായിടത്തും എല്ലാ റൂമിലും ആക്കട്ടെ. ഓക്കേ, ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു.